കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഓരോ സംസ്ഥാനത്തിനും എത്ര രൂപ കടമെടുക്കാമെന്നത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. കൂടുതൽ കടം എടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ല. തൽക്കാലം കടമെടുക്കാൻ കേന്ദ്ര നിബന്ധന പാലിക്കണം. ഒരു വർഷം അധിക കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്നും കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വേളയിൽ അധികമായി 10,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിനാണ് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ആദ്യം കേരളം 19,370 കോടിയാണ് ആവശ്യപ്പെട്ടതെങ്കിൽ പിന്നീട് 15,000 കോടിയാക്കി കുറയ്ക്കുകയും ഒടുവിൽ 10,000 കോടിയെങ്കിലും വേണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഈ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ 2 അംഗ ഭരണഘടനാ ബെഞ്ച് നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലെ കടമെടുപ്പ് പരിധി തീരുമാനിക്കുന്ന ഭരണഘടനയുടെ 293 അനുച്ഛേദം ചോദ്യം ചെയ്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിനാൽ വിശദമായ വാദം കേട്ട് അന്തിമ തീരുമാനമെടുക്കാൻ ഹർജി 5 അംഗ ഭരണഘടനാ ബെഞ്ചിനെ വിട്ടു. കേരളം 10,000 കോടി ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രമാകട്ടെ ഒറ്റത്തവണ പാക്കേജ് എന്ന നിലയിൽ 5,000 കോടി നൽകാമെന്ന് പറയുകയും അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ തന്നെ ഈ തുക തിരിച്ചുപിടിക്കുമെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ 10,000 കോടി എന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന കേരളം 5,000 കോടി കടമെടുപ്പിന് വഴങ്ങിയില്ല. ഇന്ന് ഹർജി പരിഗണിച്ച സുപ്രീം കോടതി കേരളത്തിന് മുൻകൂറായി നൽകുന്ന പണം തുടക്കത്തിൽ തിരിച്ചുപിടിക്കുമെന്ന കേന്ദ്രത്തിന്റെ നിലപാട് ശരിവെച്ചു. കേരളത്തിന്റെ ഹർജി 5 അംഗ ഭരണഘടനാ ബെഞ്ചിനെ വിട്ടതിനെ തുടർന്ന് തുടർവാദങ്ങൾ നീളുകയും അന്തിമ വിധി വരാൻ ഏറെക്കാലം എടുക്കുകയും ചെയ്യും. ഫലത്തിൽ കേരളം ആവശ്യപ്പെട്ട മുൻകൂർ വായ്പാ തുക കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിൽ അനിശ്ചിതത്വം തുടരും. കേരളത്തിന്റെ ഹർജി പരിഗണിക്കുന്ന ഓരോ തവണയും സംസ്ഥാനത്തിന് അനുകൂല സമീപനമായിരുന്നു സുപ്രീം കോടതിയുടേതെങ്കിൽ ഇന്ന് പൂർണ്ണമായും കേന്ദ്ര നിലപാടുകളെ ശരിവെക്കുകയാണ് കോടതി ചെയ്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.